ഇന്നൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കാറ്. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും ശർക്കരയൊക്കെ ഉപയോഗിച്ച് നെയ്യോ എണ്ണയോ ഒന്നും ഉപയോഗിക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കിണ്ണത്തപ്പാട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ അരക്കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. അത് പൊടിയായിട്ടോ അല്ലെങ്കിൽ ശർക്കര ചീകിയതോ അല്ലെങ്കിൽ കട്ടയായിട്ടോ ഉള്ളതുണ്ടല്ലോ, അതായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് അരക്കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് നല്ല പോലെ ഈ ശർക്കര വെള്ളത്തിൽ അലിയിച്ചെടുക്കുക. അതിനുശേഷം അരിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. നമ്മളിവിടെ അരക്കപ്പോളം ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫോക്കൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തീരെ കട്ടില്ലാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കട്ട ഉണ്ടെങ്കിൽ തന്നെയും നമുക്കിത് മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് ലാസ്റ്റ് അടിച്ചെടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് തേങ്ങയുടെ ഒന്നാം പാല് നമുക്ക് ഒരു 1/4 കപ്പോളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ടിയില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാലാണ് നമുക്കിവിടെ ആവശ്യമായി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു പൊടിയൊക്കെ അനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ്. ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഒരു നുള്ള് ഉപ്പും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മാവിൻ്റെ പരിവ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ സ്പൂൺ എടുക്കുക. എന്നിട്ട് സ്പൂണിൻ്റെ ബാക്ക് വശം നോക്കുക. അപ്പോൾ ഇതേപോലെ കണ്ടോ മാവ് ഇങ്ങനെ കോട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു വിരൽ ഉപയോഗിച്ച് ഇതേപോലെ വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു വര കറക്റ്റായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഈ മാവിൻ്റെ ഒരു പരിവം കേട്ടോ. ഇനി നമുക്ക് നല്ല നെയ്യോ എണ്ണയോ പുരട്ടിയ ഒരു പാത്രം എന്തെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ ഒരു കേക്ക് ടിന്നാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റ് ആയാലും എടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ മാവ് നല്ല പോലെ ഒന്ന് കലക്കി എടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഓരോ തവയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം കട്ടി വേണ്ടാത്തവർ ഒരു 4 തവിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പക്ഷേ ഇവിടെ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ആവി കയറ്റുമ്പോൾ വെള്ളമൊക്കെ അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് കൊണ്ട് മൂടിയിട്ട് വേണം നമ്മൾ ഈ ഇഡ്ഡലി തട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഒരു 15-20 മിനിറ്റോളം നല്ല പോലെ ഒന്ന് ആവി കയറ്റിയെടുക്കുക. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം നല്ല പോലെ തണുത്തിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ കിണ്ണത്തപ്പം പുറത്തേക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പം കേട്ടോ ഇത്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ശർക്കരയുടെ കളർ അനുസരിച്ച് നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ കളറിനും നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്, നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.